ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈക്രോബോട്ട്സ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹാങ്ങിങ് ഫാൻസി ലൈറ്റ് ആണ്. അതിനായി നമ്മൾ 20 സെൻറ്റിമീറ്റർ സ്ക്വയറിലുള്ള 2 തെർമോകോൾ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഷീറ്റിൻ്റെ സെൻറ്ററിലായിട്ട് 6 സെൻറ്റിമീറ്റർ അളവിൽ ഒരു സ്ക്വയർ ഹോളും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 10 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും 30 സെൻറ്റിമീറ്റർ ലെങ്തുമുള്ള 4 റെക്റ്റാങ്കിൾ ഷീറ്റാണ്. ഇതിനോടൊപ്പം തന്നെ 10 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും 20 സെൻറ്റിമീറ്റർ ലെങ്തുമുള്ള 4 റെക്റ്റാങ്കിൾ ഷീറ്റും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന 2 ഷീറ്റിൻ്റെയും സൈഡുകളിലെ സെൻറ്ററിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ തിക്നെസ്സിലും 5 സെൻറ്റിമീറ്റർ ഹൈറ്റിലും നമ്മൾ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഷീറ്റിലും കട്ടിങ് കൊടുത്തിട്ടുണ്ട്. 2 ഷീറ്റിലും സെയിം അളവിൽ തന്നെ ആയിരിക്കണം കട്ടിങ് കൊടുക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ നമ്മൾ രണ്ടാമത്തെ ഷീറ്റിൽ നമ്മുടെ ലൈറ്റ് അകത്തോട്ടിടാൻ അതിൻ്റെ ഹോൾഡർ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹോൾഡറിൻ്റെ അളവിന് ഒരു ഹോളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 10 സെൻറ്റിമീറ്ററിൻ്റെയും 30 സെൻറ്റിമീറ്ററിൻ്റെയും 4 ഷീറ്റ് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ആ കട്ടിങ്ങിലേക്ക് ഒട്ടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ ഹോളിലൂടെ നമ്മൾ ഹോൾഡർ പിടിപ്പിച്ച് അതിൽ അകത്ത് വെക്കുന്ന ലൈറ്റ് സെറ്റ് ചെയ്യുകയാണ്. അതൊരു ഹോൾഡറും വയറും കണക്ട് ചെയ്ത് സാധാരണ രീതിയിലൊരു ബൾബ് ഇടുന്ന രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു 0 വോൾട്ട് വാം വൈറ്റ് കളറിലുള്ളൊരു ബൾബാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്യാം. നെറ്റ് ഷീറ്റ് നമ്മൾ അകത്ത് മുട്ട് സൂചിയും ഫെവിക്കോളും യൂസ് ചെയ്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന ചെറിയ റെക്റ്റാങ്കിൾ ഷീറ്റ് വീഡിയോയിൽ കാണുന്ന പോലെ 2 സ്ക്വയർ ഷീറ്റിൻ്റെയും കോർണറുകൾ ചേർത്ത് ഫെവിക്കോൾ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഒരു സപ്പോർട്ടിനായി മുട്ട് സൂചി ഉപയോഗിച്ചും ഫിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ സൈഡിലെയും 4 സൈഡിലെയും ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹാങ്ങിങ് ലൈറ്റിൻ്റെ സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലൈറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമ്മൾ ഒരു സ്ക്വയർ ഷീറ്റിൻ്റെ സെൻറ്ററിൽ 6 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ ഹോൾ ഇട്ടിരുന്നു. അവിടെ നമുക്ക് പ്ലാസ്റ്റിക് നെറ്റ് ഷീറ്റ് ഉപയോഗിച്ച് അവിടെയും കവർ ചെയ്യാം. ഇനി നമുക്ക് ഈ ലൈറ്റ് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാൻ ഫാബ്രിക് പെയിൻറ്റിൻ്റെ സിൽവർ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ലൈറ്റ് പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതിലും വ്യത്യസ്തമായ പുതിയ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.